ജൂൺ 26 വ്യാഴാഴ്ച വെളുപ്പിന് 3 മണിക്ക് ദൈവകരുണയുടെ മണിക്കൂറിൽ അമ്മച്ചി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഇന്ന് ഈ തിരുഹൃദയ തിരുനാളിൽ അമ്മച്ചിയെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുവാൻ തികച്ചും അനുയോജ്യമായ സമയം ദൈവം അനുവദിച്ചു തന്നുവെന്നാണ് ഞങ്ങൾ മക്കളെല്ലാവരും കരുതുന്നത്. തിരുഹൃദയം പോലെ തന്നെ സ്നേഹത്തിൽ ജ്വലിച്ചതും കുത്തിപ്പിളർക്കപ്പെട്ടതുമായ ഒരു ഹൃദയം തന്നെയായിരുന്നു അമ്മച്ചിയുടെ. കാരണം കഷ്ടാനുഭവങ്ങളുടെ ചാടുകീറിയ ഈ അമ്മ ഹൃദയത്തിൽ ഈശോയും മാതാവും വിശ്വാസവും സുഹൃതജപങ്ങളും ഒക്കെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ജീവിതം ഒട്ടും എളുപ്പമല്ലായിരുന്ന ഒരു കാലഘട്ടത്ത് ജനിച്ച് വളർന്ന നരിവാലമുണ്ട് എന്ന് പറയുന്ന നിലമ്പൂരിലെ ആ സ്ഥലത്ത് നിന്ന് പറിച്ചു നടപ്പെട്ട് തണലില്ലാതെ വേദികളിറക്കി കഠിനമായി അധ്വാനിച്ച് കുടുംബത്തെ പടുത്തുയർത്തി 8 മക്കൾക്ക് ജന്മം നൽകി അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്തി വലുതാക്കി 3 പേരെ ദൈവശുശ്രൂഷയ്ക്ക് അർപ്പിച്ച് പരിപൂർണ വിശ്വസ്തയോടെ ജീവിച്ച് നിത്യതയിലേക്ക് മടങ്ങുന്ന അമ്മച്ചിക്ക് അഭിമാനത്തോടെ ആദരവോടെ നിറഞ്ഞ സ്നേഹത്തോടെ പ്രണാമം. ജീവിത ക്ലേശങ്ങളും കഷ്ടാരിഷ്ടതകളും അമ്മച്ചിയുടെ കരുണയും ദയയും കരുതലും അലിവും തെല്ലും കുറയാൻ കാരണമായില്ല. ഒരു മകളെ, അമ്മച്ചിയുടെ 2ാമത്തെ മകളെ, അമ്മച്ചിയുടെ കുഞ്ഞുമേരിയെ ശൈശവത്തിൽ തന്നെ ഈശോ തിരികെ വിളിച്ചപ്പോൾ അലംഘനീയമായ ദൈവകൽപ്പനയ്ക്ക് ആമേൻ പറഞ്ഞ് ചങ്കുറപ്പോടെ നിലകൊണ്ട അമ്മച്ചിയെ കുറിച്ച് അപ്പിച്ച് തന്നെ വിസ്മയത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പിച്ചി പതറിപ്പോയ ആ സാഹചര്യത്തിൽ തെല്ലും തകരാതെ ദൈവഹിതം സ്വീകരിച്ച് അമ്മച്ചി നിലകൊണ്ടു. കഷ്ടാനുഭവങ്ങളിൽ നഷ്ടധൈര്യരാകാതെ മുന്നേറാൻ ഞങ്ങൾ മക്കൾക്ക് എന്നും കരുത്താവുന്നത് ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ കരുത്തിട്ട മാതൃകയാണ്. വിശ്വാസ തീക്ഷ്ണത ഞങ്ങൾ പഠിച്ചത് അമ്മച്ചിയിൽ നിന്ന് തന്നെ ആണ്. The essence of the gospel is the willingness to be forgotten എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ വിസ്മരിക്കപ്പെടാൻ സന്നദ്ധതയുള്ള ഒരു ജീവിതമായിരുന്നു അമ്മച്ചിയുടെ. ചെയ്തതൊന്നും അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കാതെ, ആരുടെയും അംഗീകാരവും അഭിനന്ദനവും ഒന്നും കാക്ഷിക്കാതെ, ഏൽപ്പിച്ചത് ഭംഗിയായി പൂർത്തിയാക്കിയ ദാസനെ പോലെ അമ്മച്ചി ഇപ്പോൾ യജമാനന്റെ പക്കലേക്ക് സംതൃപ്തിയോടെ മടങ്ങുന്നു. ലോകസുഖങ്ങളോടും സമ്പത്തിനോടും വസ്തുവകകളോടും എന്നും പാലിച്ചിരുന്ന നിർമ്മമത്വം കുറച്ചൊന്നുമല്ല ഞങ്ങൾ മക്കളെ സ്വാധീനിച്ചത്. ദൈവം ദാനമായി നൽകിയ ആരോഗ്യം, സമയം, ചിന്താശേഷി, കർമ്മശേഷിയൊക്കെ ഒട്ടും പിടിച്ചു വയ്ക്കാതെ ഏൽപ്പിച്ച കുടുംബത്തിന്റെ ശ്രേയസിനായി അമ്മച്ചി പൂർണ്ണമായി വ്യയം ചെയ്തു എന്ന് പറയാൻ എനിക്ക് അഭിമാനവും സന്തോഷവും. വീടിനടുത്തുള്ള എല്ലാ കുന്നും മലകളും നടന്നു കയറി കഠിനാധ്വാനം ചെയ്ത് പുല്ലുകൾ ചെത്തിയതും മനസ്സിലുണ്ട്. ഒന്നും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായും നൽകി മാതൃകയായ കുരിശിലെ ഈശോയെ പോലെ ദൈവം ഫലമേൽപ്പിച്ച കുടുംബത്തിന് അമ്മച്ചി മരണത്തോളം കൂട്ടുപോയി. പ്രായാധിക്യം മൂലം ഓർമ്മക്കുറവ് ബാധിച്ചപ്പോഴും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും സ്തോത്രഗീതങ്ങളും ഒരു വരി മറക്കാതെ അമ്മച്ചി ഞങ്ങളെ എപ്പോഴും അത്ഭുതപ്പെടുത്തി.
അപ്പോൾ എപ്പോൾ അടുത്തിരുന്നാലും കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നെങ്കിൽ സ്വരം തിരിച്ചറിഞ്ഞ് ഞങ്ങളെ പേരെടുത്ത് വിളിച്ചിരുന്നത് ഞങ്ങൾ ഓർക്കും. ചാവറ ഹോസ്പിറ്റലിൽ ഒരിക്കൽ അമ്മച്ചി കിടക്കുന്നതായിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മച്ചിയുടെ അടുക്കൽ സ്വരം മാറ്റി ചിന്തമ ചേർത്തി ഞാൻ മടത്തിപ്പുറമ്പിലെ സജിയാണെന്ന് അമ്മച്ചിയുടെ അടുത്തെത്തി പറയുന്നുണ്ട്. അമ്മച്ചി ചിരിച്ചുകൊണ്ട്, നീ എന്തിനാണ് എൻ്റെ മകൻ ബെന്നിയുടെ ഉൾപ്പെട്ട് എന്നെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് ആ സമയത്ത് ചോദിക്കുകയുണ്ടായി. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ പോകുന്നു. എല്ലാവരെയും ആഴത്തിൽ അറിയാൻ അമ്മച്ചിയായിരുന്നു. കരുത്തുറ്റ വീരോചിതമായ ത്യാഗോജ്വലമായ ഈ ജീവിതത്തിൽ കുറവുകളുടെയും ഇല്ലായ്മകളുടെയും പരിഭവത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി മുന്നോട്ട് പോകാൻ അമ്മച്ചി തുനിഞ്ഞിട്ടില്ല. അമ്മച്ചി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണതയിൽ നിർവഹിക്കുകയായിരുന്നു ദൗത്യം. തൻ്റെ കുടുംബം, വീട്, വീട്ടുപരിസരം, പറമ്പൊക്കെയായിരുന്നു അമ്മച്ചിയുടെ കർമ്മവഴി. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മഹാകാര്യങ്ങളൊന്നും അമ്മച്ചി ചെയ്തിട്ടില്ല. പക്ഷെ അമ്മച്ചിയും അതുപോലെ അനവധി അമ്മമാരും നിശബ്ദം ചെയ്ത് കടന്നുപോയ ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പലർക്കും കഴിവില്ല, മനസ്സുമില്ല എന്ന് കാണുമ്പോഴാണ് ഈ പുണ്യചരിതം ധ്യാന വിഷയമാക്കാൻ എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അപ്പച്ചിയും അമ്മച്ചിയും അവരുടെ ജീവിതം കൊണ്ട് പറഞ്ഞ പാഠങ്ങൾ ഞങ്ങൾക്ക്, എനിക്ക് തൃപ്പാധയാണ്. മരണം വരെയും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്യാൻ ഈ പുണ്യപ്പെട്ടവരുടെ ജീവിത സാക്ഷി മാത്രം മതി. സ്വന്തം ജീവിതത്തോട് ദൈവം ചേർത്ത് വെച്ച് ജീവിതങ്ങളിലേക്ക് അളവറ്റ സ്നേഹവും കരുണയും ഒഴുക്കി ദിവ്യകാരുണ്യമായി മാറിയ അമ്മയുടെ സ്വർഗപ്രാപ്തി കൃത്യം 3 മണിക്ക് തന്നെ സംഭവിച്ചിരുന്നത് വെറും ആകസ്മികതയായി കാണാൻ എന്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നില്ല. വിസ്മയനീയമായ പരിപാലനയാൽ ഏൽപ്പിച്ച ഭർത്താവിനെയും അപ്പച്ചിയെയും മക്കളെയും മറ്റു ബന്ധുക്കളെയും പരിചരിച്ച് ജീവിച്ച അമ്മയ്ക്ക് ജീവിതാന്ത്യത്തിൽ അമ്മയുടെ 7 മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പരിചരണം ലഭിച്ചു എന്നത് ദൈവത്തിന്റെ അനന്ത പരിപാലനയുടെ മകളുടെ സാക്ഷ്യം തന്നെയെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദിയോടെ, സ്നേഹത്തോടെ, ഏറെ അഭിമാനത്തോടെ ഈ നിമിഷം ഞങ്ങൾ അമ്മച്ചിയെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നു. നീതിയുടെ ന്യായാധിപൻ അമ്മച്ചിക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ. നിരന്തര പ്രാർത്ഥനയിൽ ചലിച്ചിരുന്ന അമ്മച്ചിയുടെ നാവ് സ്വർഗത്തിൽ മാലാഖമാരോട് പരിശുദ്ധരെന്ന് പാടട്ടെ. നിത്യതയിൽ ഞാൻ ഓർക്കുന്നു, ഈ നിമിഷം രൂപപ്പെടുന്ന ഒരു തിരുക്കുടുംബമുണ്ട്. അപ്പച്ചിയും അമ്മച്ചിയും കുഞ്ഞുമേരിയും അടങ്ങുന്ന തിരുക്കുടുംബം. കണ്ണുനീരും ക്ലേശങ്ങളും സഹനങ്ങളും ആത്മശരീര മാനസ സംഘർഷങ്ങളും ഒക്കെ പൂർണ്ണമായി ദൈവാശ്രയ ബോധത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ വിശ്വാസത്തോട് ഉറപ്പിച്ചു വളർത്തിയ അപ്പച്ചിയെയും അമ്മച്ചിയും ഓർത്ത്